എൻ്റെ ആ ദിവസം പതിവില്ലാതെ ഉച്ചയ്ക്ക് ഉറങ്ങിയ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഉറക്കമൊക്കെ എണീറ്റ് വന്നപ്പോഴത്തേക്കിന് ആൾക്ക് ഭയങ്കര വിശപ്പായിരുന്നു. കഴിക്കാൻ എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ അവൻ തന്നെ പറഞ്ഞു കേട്ടോ, മുട്ട ബുൾസൈ അടിച്ചിട്ട് കൊടുത്താൽ മതിയെന്ന്. അങ്ങനെ പിന്നെ ഞാൻ ആദ്യം തന്നെ അവനെ കൊണ്ടുപോയി കുളിപ്പിച്ച് ഫ്രഷ് ആക്കിയതിന് ശേഷം മുട്ട ബുൾസൈയൊക്കെ അടിച്ചിട്ട് കൊടുത്തു കേട്ടോ. ഇപ്പോൾ ഭയങ്കര വികൃതിയാണ് കേട്ടോ, പഴയ കണക്കൊന്നും അല്ല, പഴയതിനേക്കാളും വികൃതി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോ റൗണ്ടിന് ഇങ്ങനെ കറങ്ങി അടിച്ചിട്ട് വരുമ്പോഴത്തേക്കിനൊക്കെയാണ് ഓരോ വാ കഴിക്കുന്നത്. വലിയ പാടാണ്. ഈ നിന്നാടുന്ന ആട്ടം കണ്ടോ, ആ ക്രീം താഴെ ഒഴിച്ചിട്ടുള്ള ഒരു ആട്ടമാണ് കേട്ടോ. അടി വേണോടാ, അടി വേണോടാ. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥകൾ. ഒന്നും ഒരു സാധനം എവിടെയും വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. അങ്ങനെ പിന്നെ അവന്റെ കുറുമ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ രാത്രിത്തേക്കുള്ള പരിപാടികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ബീഫ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ രാത്രിത്തേക്ക് കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ആദൂസിൻ്റെ ഇക്കാടേയും കൂടെ കുറച്ച് പേരൊക്കെ പോയിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ കുക്കറിലൊരു തട്ടിക്കൂട്ട് ബീഫൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദൂസിന് ബ്രോസ്റ്റ് ഒക്കെ വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ഇക്കാടെ വാപ്പ പോയിട്ട് വന്നപ്പോഴത്തേക്കിന് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളെല്ലാം കൂടെ അതിരുന്നൊക്കെ കഴിച്ചു. രാത്രിയിലത്തെ ഫുഡടിയും കാര്യങ്ങളൊക്കെ അതൊക്കെ ആയിരുന്നു കേട്ടോ. പൊറോട്ടയ്ക്ക് വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ടാണ് ഞാൻ ബീഫ് കറി ഉണ്ടാക്കിയത്. പിന്നെ പറയാതെ തന്നെ ബ്രോസ്റ്റും കൂടെ വാങ്ങിച്ചു തന്നപ്പോഴത്തേക്ക് ഇന്നത്തെ കാര്യം കുശാലായിട്ട് അങ്ങനെ നമ്മൾ അതെല്ലാം കൂടെ ചേർത്ത് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. എല്ലാവരും കൂടെ ഇരുന്ന് അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.